ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫിൽസ് ഡയമെൻഷൻസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് സ്റ്റോറി ബോർഡിംഗ് ആണ്. ഒരു കഥ എന്ന് പറയുന്ന ആ ഒരു ത്രെഡ് ഒരു സിനിമയായിട്ടോ ഒരു അനിമേഷൻ മൂവി ആയിട്ടോ വരുമ്പോഴത്തേക്ക് അതിന് സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ളൊരു പോയിന്റ് തൊട്ട് സ്റ്റോറി ബോർഡിംഗ് വരുന്നു. അത് കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ്, തിരക്കഥ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ട് കാണിക്കുന്ന ഒരു ഏരിയയാണ് സ്റ്റോറി ബോർഡ്. സ്റ്റോറി ബോർഡ് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റോറി ടെല്ലിംഗ് വേണം. സ്റ്റോറി ടെല്ലിംഗ് നമ്മൾ സ്റ്റോറി ബോർഡിലൂടെയാണ് കൊണ്ടുപോകുന്നത്. സ്റ്റോറി ബോർഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണമെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സ്റ്റോറി ബോർഡ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒരു സ്റ്റോറി ബോർഡ് എന്ന് പറയുമ്പോൾ അത് സ്റ്റോറിയെക്കുറിച്ച് പറയുന്ന ഒരു കുറച്ച് ചിത്രങ്ങളുള്ള ഒരു ഏരിയയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കഥപുസ്തകങ്ങളൊക്കെ കാണുമല്ലോ, ബാലരമ, പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുകളിലോട്ട് അല്ലെങ്കിൽ ഹോളിവുഡ് ലെവലിലോട്ട് പോകുന്ന രീതിയിൽ പോകണമെങ്കിൽ മാർവലിൻ്റെയും DC-യുടെയും കോമിക് ബുക്സ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനത്തെ കോമിക് ബുക്സ് അതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് കാണും കോളമായിട്ടാണ് ഓരോരോ കാര്യങ്ങളും അവർ കഥ പറഞ്ഞു പോകുന്നത്. അതിനകത്ത് തന്നെ ക്യാമറയുടെ ആംഗിൾസ്, ഒരാൾ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോഴോ താഴെ നിന്ന് മേലോട്ട് പോകുമ്പോഴോ നേർക്ക് നേരെ ഒരാളുടെ നേരെ വേറൊരാളെ നിന്ന് സംസാരിക്കുമ്പോഴോ ഒക്കെ ഉള്ള ക്യാമറ ആംഗിൾസ് നമുക്ക് അതുപോലെ നല്ല അവിടെ നിന്ന് ആ ഒരു കഥ കേൾക്കുന്ന പോലെയും കാണുന്ന പോലെയും ആ ഒരു സറൗണ്ടിങ്സിൽ നമ്മൾ ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ക്യാമറ ആംഗിൾസ് ഉണ്ട്. സോ അതെല്ലാം കറക്റ്റായിട്ട് വരുന്ന രീതികളെക്കുറിച്ച് എങ്ങനെയെന്ന് അറിഞ്ഞ് അത് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കാണുന്ന വ്യൂവേഴ്സിന് അതേപോലെ ഒരു സുഖം കിട്ടുന്നത്, ആ കഥയുടെ സുഖം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് പറയുമ്പോൾ സെക്ഷൻ 1 ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു പേപ്പർ വിത്ത് ഒരു പെൻ വേണം, ഓർ പെൻസിൽ, വട്ടെവർ, വരയ്ക്കാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പേപ്പർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ടാബ്ലറ്റ് ആകാം. ഡിജിറ്റൽ ടാബ്ലറ്റ് എന്ന് പറയുമ്പം നോർമലി എല്ലാവരുടെയും മനസ്സിൽ ആദ്യം എത്തുന്നത് ഫോൺസിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഐഫോൺ എന്ന് പറയുന്ന പോലെ കോസ്റ്റ്ലിയാണ്, പ്രീമിയമാണ്, റിച്ചാണ്, സ്റ്റേറ്റസ് നല്ലപോലെ ഉള്ളൊരു സാധനമാണ് ഫോണുകളിൽ ഐഫോൺ. അതുപോലെ തന്നെ നമ്മുടെ ഈ ടാബ്ലറ്റ്സിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് ഉള്ള ഒരു മെയിൻ ഒരു പ്രീമിയം ബ്രാൻഡ് വാക്കോം എന്നുള്ളത് മിക്കവരും കേട്ടിട്ടുണ്ട്. ഈ ഫീൽഡിലുള്ള ആർട്ടിസ്റ്റിക് ഫീൽഡിലുള്ള പലരും കേട്ടിട്ടുണ്ട്. അപ്പോൾ വാക്കോം ടാബ്ലറ്റ്, പക്ഷേ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള ടാബ്ലറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹുയോൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡുണ്ട്. അതുപോലെ തന്നെ വാക്കോം പോലെ നല്ല ക്വാളിറ്റിയുള്ള ഹുയോൺ പോലെ തന്നെയുള്ള മറ്റൊരു ബ്രാൻഡാണ് XP പെൻ. എൻ്റെ കയ്യിലുള്ള ഡിജിറ്റൽ ഡ്രോയിങ് ടാബ്ലറ്റ് എന്ന് പറയുന്നത് XP പെന്നിൻ്റെയാണ്. സോ അത് ഞാൻ വാങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. അത് എനിക്ക് കിട്ടിയത് ഡെക്കോ 1 എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പോൾ അത് എനിക്കൊരു 7,000 അറൗണ്ട് ഒരു പ്രൈസിന് നമുക്ക് കിട്ടിയിരുന്നു. പക്ഷേ വാക്കോമൊക്കെ നമ്മൾ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ നല്ല വല്ലാതെ എമൗണ്ട് കൂടും. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രൈസ് ലെവൽസ് നമുക്ക് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ ഡയറക്റ്റ് ഒന്ന് ബ്രൗസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഈ വാക്കോമിനും ഹുയോൺ, XP പെൻ, പിന്നെ കുറേ ബ്രാൻഡ്സ് വേറെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് പ്രൈസ് പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് ടൈപ്പ് ആൾക്കാർക്കാണ്, എത്ര ചെറുത് വേണമെങ്കിൽ ചെറിയ പ്രൈസ് ഉള്ളതുണ്ട്. ചെറുത് പ്രൈസ് കുറയുന്നതോറും അതിൻ്റെ ഒരു ഡ്രോയിങ്ങിൻ്റെ സ്പേസ് കുറയും. അപ്പോൾ 10x6 എന്ന് പറയുന്നതാണ് ഒരു മീഡിയം സൈസ്. അതിന് നമുക്ക് കൈയൊക്കെ വെച്ച് വരയ്ക്കാൻ പറ്റും. അതിനേക്കാളും ചെറിയ സൈസിലൊക്കെ പോയി കഴിഞ്ഞാൽ 6x4 8x2 ഒക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു പാഡിൽ നമ്മുടെ കൈ താഴോട്ട് ഇറങ്ങി പോകുന്നൊരു അവസ്ഥയിലോട്ട് വരും. നമുക്കൊരു ഡിസ്കംഫർട്ട് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് മീഡിയമോ അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ സൈസിലുള്ളതോ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് വേണ്ടത്. നമ്പർ 1 പറയേണ്ട കാര്യം. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു സ്റ്റോറി ബോർഡ് ചെയ്യാൻ പോവുകയാണ്. സ്റ്റോറി ബോർഡ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം സ്റ്റോറി ബോർഡ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റോറി നമ്മുടെ ഉണ്ടാവും. ആ സ്റ്റോറി നമ്മൾ ഒരു ബോർഡിലോട്ട് പ്ലേസ് ചെയ്യുന്നത് പോലെ വേണം എന്ന രീതിയിൽ ചുമ്മാ നിങ്ങളൊന്ന് ആലോചിക്കുക. അപ്പോൾ അതിനകത്ത് എന്തോ വേണ്ട, ഒരു സ്റ്റോറിക്ക് വേണ്ട എന്താണ്, എവിടെ ഒരു കഥ നടക്കുമ്പോഴും കഥയിലൊരു മെയിലും ഫീമെയിലും ഉണ്ടാവും, മിനിമം ഒരു മെയിലും ഫീമെയിലും ഉണ്ടാവും, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് ഡൈനമിക് പ്രോസസ്സ്. ലൈക്ക് ഞാൻ പറഞ്ഞു, മേളിൽ നിന്ന് ഒരാൾ വരുന്നു, ഒരാൾ ഡോറ് തുറന്ന് കയറുന്നത്, താഴെ ഇരിക്കുന്ന ഒരാൾ ഡോറിലോട്ട് നോക്കുമ്പോൾ കാണുന്ന ആംഗിൾ, പലതരത്തിലുള്ള ആംഗിൾസ് എന്ന് വെച്ചാൽ ഇരിക്കുന്ന ആൾ, കസേരയിൽ ഇരിക്കുന്ന ആൾ, താഴെ ഇരിക്കുന്ന ആൾ, പിന്നെ കുറച്ച് ബെഡിൽ കിടന്നുകൊണ്ട് നോക്കുന്ന ആൾ, മേളിലോട്ട് നോക്കുന്ന ആൾ, അപ്പോൾ താഴോട്ട് നോക്കുന്ന ആൾ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെയും പോയിന്റ് ഓഫ് വ്യൂ എന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും കണ്ണിൻ്റെ വ്യൂവിൻ്റെ ഒരു ആംഗിൾ അനുസരിച്ച് ക്യാമറയിലുള്ള വിഷൻ ഇഫക്ട്സ് നമ്മൾ കാണിക്കുന്നതാണ് ഡൈനമിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഓക്കെ. അപ്പം അതുപോലെ തന്നെ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറയേണ്ട കാര്യം, ക്യാരക്ടേഴ്സിനെ ഡിസൈൻ ചെയ്യണം. ലൈക്ക് മെയിൽ ക്യാരക്ടറിനെയും
ഫീമെയിൽ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യണം, അതിനകത്ത് ആ സ്റ്റോറി ബോർഡിൽ വരയ്ക്കണം. ബേസിക് ലെവൽസ് ഓഫ് ഡിസൈൻസ് മതി ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്ത് ആ ഒരു സ്റ്റോറി ബോർഡിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത്. നമ്പർ 1 ക്യാരക്ടർ ഡിസൈനിങ് ആണ്. നമ്പർ 2 എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡൈനാമിക് പോസസ് ആണ്. ആൻഡ് നമ്പർ 3 ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, പെർസ്പെക്റ്റീവ്, ഡ്രോയിങ് ദ പെർസ്പെക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ പെർസ്പെക്റ്റീവ് വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മളൊരു കാര്യം ദൂരോട്ട് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു വ്യൂവിനുണ്ടാകുന്ന ഡിസ്റ്റോർഷനാണ്. അപ്പോൾ വ്യൂവിനുണ്ടാകുന്ന ഡിസ്റ്റോർഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ പെർസ്പെക്റ്റീവ് വ്യൂസ് എന്ന് പറയുന്ന ആ ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്, എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് എന്താ വെച്ചാൽ പെർസ്പെക്റ്റീവ് വ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് 1 പോയിൻറ്റ് പെർസ്പെക്റ്റീവ്, 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവ്, 3 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് എന്നൊക്കെ പറഞ്ഞ് കുറേ വ്യൂസ് ഉണ്ട്. അത് നമ്മൾ വളരെ സയൻറ്റിഫിക്കലായിട്ട് ഈ കോമിക് ബുക്സിൽ ഡ്രോയിങ്സ് ചെയ്യുന്ന സമയത്ത്, സ്റ്റോറി ബോർഡ് ചെയ്യുന്ന സമയത്ത് കോമിക് ആർട്ടിസ്റ്റുകൾ വളരെ സീരിയസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സയൻറ്റിഫിക് അപ്രോച്ചാണ് പെർസ്പെക്റ്റീവ് വ്യൂസിനെ എടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാൻ പോകുന്ന കുറച്ച് ടോപ്പിക്സ്. സോ അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയുന്ന കാര്യം, ഡിജിറ്റൽ ടാബ്ലറ്റ് ഓർ ഡ്രോയിങ്ങിന് നമ്മൾ ഒരു പേപ്പറോ പെൻസിലോ അല്ലെങ്കിൽ പെന്നോ യൂസ് ചെയ്യാം. ഇപ്പോൾ എല്ലാവരും കൂടുതൽ യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ ടാബ്ലറ്റ്സ് ആണ്, കാരണം അത് ഈസിയാണ്, അൺഡു ചെയ്യാൻ എളുപ്പമാണ്. പെൻസിൽ കൊണ്ട് വരച്ച് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ പേപ്പറിൽ നമുക്ക് അൺഡു ചെയ്യാൻ പറ്റില്ല. സോ ഈസി അപ്രോച്ചാണ്. പിന്നെ കോപ്പീസ് എടുക്കാനൊക്കെ എളുപ്പമാണ്. ഒരു ക്യാരക്ടറിൻ്റെ തന്നെ പല കോപ്പീസ് ചെറുതും വലുതൊക്കെ ആക്കി എടുക്കണമെങ്കിലൊക്കെ നമുക്കത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പേപ്പറിൽ പറ്റില്ല, പക്ഷേ ഡിജിറ്റൽ ടാബ്ലറ്റിലാകുമ്പോഴത്തെ നമുക്ക് വരച്ചിട്ട് കുറച്ച് ഡ്രോയിങ് ഒക്കെ ചെയ്തിട്ട് അവിടുന്ന് ഫോട്ടോഷോപ്പിൽ സ്ലൈസ് ഒക്കെ ചെയ്യുകയോ അല്ലെങ്കിൽ ലാസോ വെച്ച് വരച്ചിട്ട് അതിൻ്റെ കോപ്പി എടുത്ത് ഇപ്പുറത്ത് പ്ലേസ് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ സ്റ്റോറി ബോർഡിൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുറയ്ക്ക് ചെയ്തു തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോ സ്റ്റോറി ബോർഡിൻ്റെ ഫസ്റ്റ് ക്ലാസ്സുമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. അതുവരേക്കും ഗുഡ് ബൈ ഗൈസ്.